നേടി അധികാരത്തിലെത്തിയ ഇടതു സർക്കാരിന് ഒരു തവണ കൂടി ജനങ്ങൾ അംഗീകാരം നൽകിയാൽ മൂന്നാം ഊഴമെന്ന ചരിത്ര നേട്ടമാണ് പിണറായി വിജയൻ കുറിക്കുക. വി.ഡി. സതീശനെ സംബന്ധിച്ച് അത് രാഷ്ട്രീയ വനവാസം കൂടിയായി മാറുകയും ചെയ്യും. അതേസമയം UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിന്റെ ഉരുക്കുമുഷ്ടി ദുർബലമാകും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇനിയൊരു ടേം എന്നത് സ്വപ്നം മാത്രമായി മാറുകയും ചെയ്യും. അധികാരം അട്ടിമറിഞ്ഞാൽ അടുത്ത കാലത്തായി ദുർബലമായ CPIM-ന് സംഘടനാ തലത്തിൽ വലിയ ക്ഷീണത്തിന് വഴിവെക്കും. എന്നാൽ അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന BJP നേതാവിന് പഴയ തട്ടകമായ കർണാടകയിലേക്ക് മടങ്ങേണ്ടി വരും. അങ്ങനെ നേതാക്കളുടെയും പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ ജാതകം തിരുത്തി കുറിക്കുന്നതാകും 2026-ലെ തെരഞ്ഞെടുപ്പ് ഫലം. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, KK ശൈലജ, PA മുഹമ്മദ് റിയാസ്, V.D. സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, രാജീവ് ചന്ദ്രശേഖർ, K. സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ, V. മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ മുതൽ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വരെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായി മാറുകയാണ്.